السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 251 വചനമാണിന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി ഖാലൂ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വലമ്മാ ബറസൂ, അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ലി ജാലൂത്ത, ജാലൂത്തിൻ്റെ മുമ്പിൽ, വജുനൂദിഹി, അവൻ്റെ സൈന്യങ്ങളുടെയും, ജാലൂത്തിൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ. നമുക്കറിയാം, മുൻ വചനങ്ങളിൽ നിന്നും താലൂത്ത് എന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനായി പുറപ്പെടുന്നു. അങ്ങനെ അവർ അതിശക്തരായ ഒരു സൈന്യത്തെയാണ് നേരിടാൻ പോകുന്നത്. അത് ജാലൂത്ത് എന്ന് പറയുന്ന ഒരു രാജാവും അവരുടെ സൈന്യങ്ങളെയുമാണ്. അങ്ങനെ താലൂത്തിൻ്റെ നേതൃത്വത്തിൽ പോകുന്ന ഈ സൈന്യം ഒരു നദി മുറിച്ച് കടക്കേണ്ടതായി വന്നു. അവിടെ ചില പരീക്ഷണങ്ങൾ അല്ലാഹു തആല അവരുടെ മേൽ നടപ്പിലാക്കിയതാണ്. അതിൽ വളരെയധികം ആളുകളും പരാജയപ്പെടുകയും വളരെ ഒരു ന്യൂനപക്ഷവുമായിട്ടാണ് താലൂത്ത് പുറപ്പെട്ടത്. അങ്ങനെ ആ യാത്ര യുദ്ധ മൈതാനിയിലേക്ക് അവർ പുറപ്പെട്ടുമ്പോൾ, വലമ്മ ബറസു, അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ലി ജാലൂത്ത വജുനൂദിഹി, ജാലൂത്തിൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, താലൂത്തും പിന്നെ വളരെ കുറച്ച് ആളുകളുമാണുള്ളത്. അപ്പോൾ അവർ ഒരു അതിനിർണായകമായ ഒരു സന്ദർഭമാണ്. ജീവിതവും മരണവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു രംഗം. ആ രംഗത്ത് ഈ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ആ ചെറുസംഘം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജയിക്കുന്നതിനുള്ള ഒരു ദിവ്യമായ പ്രാർത്ഥനയായിട്ട് ഓരോ സത്യവിശ്വാസിയും തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടതും അത് ഉപയോഗപ്പെടുത്തേണ്ടതുമായ പ്രാർത്ഥനയാണ്.
ആ പ്രാർത്ഥന ഇതാണ്. ഖാലു, അവർ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഗ അലൈന, ഞങ്ങളുടെ മേൽ നീ ചൊരിഞ്ഞു നൽകണമേ. സബ്രൻ, ക്ഷമ. അപ്പോൾ നമുക്ക് പറയാൻ വളരെ എളുപ്പമുള്ള ഒരു വാക്കാണ് ക്ഷമ എന്നത്. പക്ഷേ ഇത് ക്ഷമിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് ക്ഷമ? ക്ഷമ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഒരാൾ പറയുന്നു അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നു, അത് നമുക്കെതിരെ ആയിട്ടും ആണ് എന്നിരിക്കട്ടെ. അത്തരം സന്ദർഭത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. അപ്പോൾ ക്ഷമിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അത് നമുക്കുള്ള ശരീരത്തിനും ഇച്ഛയ്ക്കും ചിന്തയ്ക്കും എതിരായിട്ട് വരുന്ന അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമ അവലംബിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. അതിന് അത്തരം സന്ദർഭങ്ങളെ അതിജയിക്കുവാനുള്ള ശാരീരിക ശേഷി നമ്മളിലേക്കുണ്ടായി വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇതും തന്നെയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അപ്പോഴും പറഞ്ഞു, എവരാരും പറയുകയും ചെയ്യുന്നതൊന്നുമല്ല കാര്യം. ഞങ്ങളുടെ രക്ഷിതാവ്, അത് ആ രക്ഷിതാവ് അഫ്രിഗ അലൈന സബ്രൻ, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരണം. ചൊരിഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നതിനാണ്. ആ ചൊരിച്ചിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ തട്ടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തട്ടിയിട്ട് അങ്ങ് തീരുകയല്ല. അഫ്രിഗ അലൈന സബ്രൻ, ഞങ്ങളുടെ മേൽ ക്ഷമയെ നീ ചൊരിഞ്ഞു തരണമേ. വസബ്ബിത്ത് അഖ്ദാമന, വസബ്ബിത്ത്, നീ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണമേ. അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ. അപ്പോൾ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. വൻസുന്ന, ഞങ്ങളെ നീ സഹായിക്കണമേ. അലൽ കൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾ. അപ്പോൾ റബ്ബന അഫ്രിഗ അലൈന സബ്രൻ വസബ്ബിത്ത് അഖ്ദാമന വൻസുർന അലൽ കൗമിൽ കാഫിരീൻ എന്നുള്ള ഈ പ്രാർത്ഥന നടത്തുന്ന ഓരോ വിശ്വാസിയും തങ്ങളുടെ ദീനിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ ജിഹാദിൻ്റെ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയാണത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇനിയാണ് വലിയ ജിഹാദ്, അത് നെഫ്സിനോടുള്ള ജിഹാദാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഈ നെഫ്സിനോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. യഥാർത്ഥമായ ബാറ്റിൽ ഫീൽഡിലുള്ള യുദ്ധക്കളത്തിലുള്ള യുദ്ധത്തിനപ്പുറത്ത് നമ്മുടെ ശരീരമാകുന്ന ഈ യുദ്ധഭൂമിയിൽ അതിലെ ഓരോ അവയവത്തെയും കൺട്രോൾ ചെയ്യുവാൻ, അതിൽ പിടി കിട്ടാത്ത ഏറ്റവും വലിയ സാധനം നമ്മുടെ നാക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ കാഴ്ചശക്തിയെയും കേൾവിശക്തിയെയും സംസാരശേഷിയെയും പ്രവർത്തനശേഷി ഉള്ള കൈകളെയും കാലുകളെയും ഒക്കെ നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ നല്ലതുപോലെ ക്ഷമ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ആ സന്ദർഭത്തിൽ ഓരോ സത്യവിശ്വാസിയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റബ്ബന അഫ്രിഗ അലൈന സബ്രൻ, അല്ലാഹുവേ, നീ ഞങ്ങളുടെ മേൽ ക്ഷമ ചൊരിഞ്ഞു തരണമേ. വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. എന്ന് പറഞ്ഞാൽ ഈ സത്യവഴിയിൽ ഒരു രീതിയിലും വ്യതിചലിച്ചു പോകാത്ത നിലയിൽ നീ നൽകിയിരിക്കുന്ന ഈ സർഗശക്തികളെ അഖിലത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർന അലൽ കൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾ ഞങ്ങളെ എല്ലാ നിലയിലും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരിൽ വിജയം കൊണ്ടുവരുന്നതിന് നീ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള ഈ പ്രാർത്ഥന നടത്തുന്നു. ഇവിടെ ഹസ്രത്ത് ഖലീഫത്തുള്ള
ഇത് സംബന്ധമായിട്ടൊരു ചെറിയ വിശദീകരണം പറയുന്നു. ഹിയർ ദ വേർഡ്സ് റിവീൽസ്. ഇവിടെ ഈ വചനം വ്യക്തമാക്കുന്നത്, വെളിവാക്കുന്നത്, ടു ഹും താലൂത്ത് ആൻഡ് ഹിസ് ആർമി, താലൂത്തും അവൻ്റെ സൈന്യവും, അതായത് താലൂത്തും അവൻ്റെ സൈന്യവും എന്ന് പറയുന്നത് വിശ്വാസികളും വിശ്വാസികളുടെ നേതാവും ആണ് അവർ. വേർ ടു കമ്പാറ്റ്, അവർ എതിരിടേണ്ടി വരികയാണ്. ജാലൂത്ത്സ് ആൻഡ് ഹിസ് ഫോഴ്സസ്, ജാലൂത്തിനെയും അവൻ്റെ സൈന്യത്തെയും. അപ്പോൾ ഇവിടെ വിശ്വാസികളുടെ നേതാവായ താലൂത്തും അവിശ്വാസികളും അവിശ്വാസികളുടെ നേതാവായ ജാലൂത്തും, ഇവർ തമ്മിലാണ് ടു കമ്പാറ്റ്, എതിരിടേണ്ടി വരുന്നത്, യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ഹിയർ ജാലൂത്ത് ആൻഡ് ഹിസ് ഫോഴ്സസ്, ഇവിടെ ജാലൂത്തും അവൻ്റെ സൈന്യവും. ആൾസോ ക്യാൻ മീൻ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടു റെപ്രസെൻറ്റ്, അവർ പ്രതിനിധാനം ചെയ്യുന്നത്, അതായത് ജാലൂത്തും അവൻ്റെ സൈന്യവും എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ദ ഈവിൾ പീപ്പിൾ ആൻഡ് ദെയർ ഹെൽപ്പേഴ്സ്, ദുഷ്ടജനങ്ങളും അവരുടെ സഹായികളെയും ആണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഷ്ടജനങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും തീർച്ചയായിട്ടും കാണേണ്ടി വരും, കണ്ടുമുട്ടേണ്ടി വരും. അങ്ങനെ ഒരു വിഭാഗം തീർച്ചയായിട്ടും ഉണ്ടാകും. സോ വെൻ ഫേസിങ് സച്ച് എ ഹാർഡ് സിറ്റുവേഷൻ, ഇത്തരത്തിൽ ദുഷ്ടജനങ്ങളെയും അവരുടെ സഖ്യകക്ഷികളെയും അവിടെ നേരിടേണ്ടി വരുന്ന അതികഠിനമായ ഒരു സാഹചര്യം അഭിമുഖീകരിക്കുമ്പോൾ, when facing such a hard situation, the believers from among the Israelites, ഇസ്രായേലുകളിൽ നിന്നുള്ള യഥാർത്ഥമായ വിശ്വാസികൾ, seek the help of Allah, അള്ളാഹുവിൻ്റെ സഹായം തേടുകയാണ്. by invoking him, എങ്ങനെ? പ്രാർത്ഥനയിലൂടെ അവനോട് പ്രാർത്ഥിക്കുകയാണ്. through this beautiful prayer, ഈ അതിമനോഹരമായ പ്രാർത്ഥനയിലൂടെ ഇസ്രായേലുകളിലുള്ള ആ വിരലിലുണ്ടാവുന്ന സത്യവിശ്വാസികൾ അതിമനോഹരമായ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ദിസ് പ്രയർ ബ്രോട്ട്, ഈ പ്രാർത്ഥന കൊണ്ടുവരുന്നത് നോട്ട് ഓൺലി കറേജ് ടു ദം, അവർക്ക് ധൈര്യം മാത്രമല്ല കൊണ്ടുവരുന്നത്, ബട്ട് ദ ഹോപ്പ് ഓഫ് ഓവർകമ്മിങ് ഈവിൾ, ഈ തെറ്റായ കാര്യങ്ങളെ അതിജയിക്കുന്നതിന്, ഓവർകമ്മിങ് നടത്തുന്നതിന്, അതിജയിച്ചു പോകുന്നതിനും, ആൻഡ് അപ്രൂട്ടിങ് ഇറ്റ്, ഈ തെറ്റുകളെ പിഴുതെറിയുന്നതിനും, കം വാട്ട് മേ, എന്തു തന്നെ സംഭവിച്ചാലും. അപ്പോൾ ഈ തെറ്റുകളെ ഇല്ലായ്മ ചെയ്യുന്നതിനും അവയെ കടപുഴകി കളയുന്നതിനുമായിട്ട് അവർ പ്രതിജ്ഞാബദ്ധരാണ്. അവരുടെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പ്രതിസന്ധികളെ അതിജയിക്കുവാനും എല്ലാ മോശമായ പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്യുവാനുമായിട്ട് രണാങ്കണത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്, ശാരീരിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, ചിന്താശക്തി വർദ്ധിപ്പിക്കുന്നതിന്, പ്രവർത്തനശേഷി നന്നാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ദെയർ പ്രേയിങ്, അവരുടെ ഈ പ്രാർത്ഥന ഇൻ യൂണിസൺ, ഒരേ സ്വരത്തിലായിരുന്നു അവരെല്ലാവരും കൂടി. യൂണിസൺ എനേബിൾഡ് എ മാനിഫെസ്റ്റേഷൻ, അങ്ങനെയുള്ള അവരുടെ ഒത്തുചേർന്നുള്ള ഈ പ്രാർത്ഥന അവരെ പ്രാപ്തമാക്കി ഒരു ദൃഷ്ടാന്തത്തിലേക്ക്, ഇൻ ടു ദം ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ, ഉറച്ച ഒരു തീരുമാനത്തിലെത്തുവാനുള്ള ശക്തി അവർക്ക് പകർന്നു നൽകി. കറേജ്, അതുപോലെ അവർക്ക് ധൈര്യം പകർന്നു നൽകി. ആൻഡ് ഹോപ്പ്, ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ അവരുടെ മുമ്പിൽ വിടർന്നു വന്നു. ടു ഫൈറ്റ് ദ എനിമി, ശത്രുക്കളെ ആയിട്ട് പോരാടുന്നതിന്. അപ്പോൾ അവർക്ക് ഈ പ്രാർത്ഥനയിലൂടെ ലഭ്യമായത് എന്തൊക്കെയാണ്? ഡിറ്റർമിനേഷൻ, കറേജ് ആൻഡ് ഹോപ്പ്, ഉറച്ച ഒരു തീരുമാനത്തിലെത്തുക, ധൈര്യസമേതം നിലകൊള്ളുക, ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ കൈവയ്ക്കുക. ടു ഫൈറ്റ് ദ എനിമി, അങ്ങനെ അവർ ശത്രുവിനോട് പോരാടുവാനുള്ള ധൈര്യം അവർക്ക് ലഭിച്ചു. അപ്പം ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതിനും സത്യപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതിനും അന്തിമമായി വിജയം നേടുന്നതിനും അല്ലാഹു തആല നൽകിയ അതിമനോഹരമായ ഒരു ദിവ്യ പ്രാർത്ഥനയാണ്, ദിവ്യ ആയുധമാണ്, ദിവ്യ ഔഷധമാണ് ഈ വചനം. വലമ്മ ബറസൂലി ജാലൂത്ത്, ജാലൂത്തിൻ്റെയും വജുനൂദിഹി, അവൻ്റെ സൈന്യത്തിൻ്റെയും
മുമ്പിൽ വലമ്മ ബർസു അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാലു അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു, റബ്ബന ആഫ്രി അലൈന സബ്രൻ വസബ്ബിത്ത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഈ പ്രാർത്ഥന തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ പ്രാർത്ഥന തന്നെയാണ്. മുൻകാലങ്ങളിൽ ദുഷ്ടജനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനും നന്മ സ്ഥാപിക്കുന്നതിനുമായി നിലകൊണ്ട ഒരു ചെറു സംഘം ഉരുവിട്ട ആ പ്രാർത്ഥന മാനവലോകത്തിന് നന്മയുടെ പ്രതീകമായിട്ട് ആരൊക്കെ നിലകൊള്ളുന്നുവോ അവരുടെ മുമ്പിൽ അല്ലാഹു തആല ഒരു ദിവ്യായുധമായിട്ട്, ഒരു വജ്രായുധമായിട്ട്, ഒരു ദിവ്യ ഔഷധമായിട്ട്, ഒരു ദിവ്യ ശക്തിയായിട്ട് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. ആരാണോ ആ അല്ലാഹുവിനെ അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്നത്, ഈ പ്രാർത്ഥന ഉരുവിടുന്നത്, അവരുടെ മുമ്പിൽ ഇന്നും അന്ന് എങ്ങനെ അവർ വിജയശ്രീലാളിതരായോ അതുപോലെ ഇന്നും ഇനി വരുന്ന ജനതയും ഈ പ്രാർത്ഥനയും ഈ വിശ്വാസദാർഢ്യവും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നൽകുന്ന ഈ ദിവ്യമായ കൽപ്പനകളും ഉപദേശങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശമാനമാക്കി തീർക്കട്ടെ. അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും ഐക്യ ലോകത്തും പാരിത്രിക ലോകത്തും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇപ്പോൾ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും അടുത്ത പുതിയ വചനവുമായി നമ്മൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.